വ്യവസായ വകുപ്പിനെ വാനോളം പുകഴ്ത്തുന്ന ശശി തരൂരിന്റെ ലേഖനം പുതിയ പൊട്ടിത്തെറികൾക്ക് വഴിവെച്ചിരിക്കുന്നു. പാർട്ടി നിലപാടല്ല, തന്റെ അഭിപ്രായം വ്യക്തിപരമാണെന്ന് തരൂർ നിലപാടെടുക്കുന്നു. എന്നാൽ കോൺഗ്രസ് നേതാക്കളെല്ലാം ഒന്നടങ്കം തരൂരിനെ തള്ളുകയാണ്. കെ.സി. വേണുഗോപാലും വി.ഡി. സതീശനും രമേശ് ചെന്നിത്തലയുമെല്ലാം ഒരേ സ്വരത്തിൽ തരൂർ പറഞ്ഞത് നിഷേധിച്ചു. ഒടുവിൽ ഇപ്പോൾ വ്യക്തിയുടെ നിലപാടല്ല, പാർട്ടി നിലപാടാണ് വലുതെന്ന് ജയറാം രമേശ് തരൂരിനെ ഓർമ്മപ്പെടുത്തുന്നു. തരൂരിന്റെ കണക്കുകൂട്ടലുകൾ പിഴയ്ക്കുന്നു. നമ്മുടെ സംസ്ഥാന സർക്കാരോ കേന്ദ്ര സർക്കാരോ മോശകാര്യങ്ങൾ ചെയ്താൽ അവരെ ആക്ഷേപിക്കാൻ റെഡിയായി നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. അതേപോലെ അവർ നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിനെ അംഗീകരിക്കാനും അതിനെ ചൂണ്ടിക്കാണിക്കാനും തയ്യാറായ ഒരു വ്യക്തി. അതാണ് എൻ്റെ രീതി, നിങ്ങൾക്കറിയാം. ചേഞ്ചിങ് കേരള ലംബർഗിൻ ജംബോ ടു എ ലീത്തേ ടൈഗർ എന്ന ലേഖനത്തിൽ എന്താണ് തരൂർ പറഞ്ഞത്? വിശദമായി പരിശോധിക്കാം. മാറുന്ന കേരളം, ഇഴയുന്ന കൊമ്പനിൽ നിന്നും ഇണങ്ങുന്ന കടുവയിലേക്ക്, അതാണ് അതിൻ്റെ ട്രാൻസ്ലേഷൻ. ലേഖനം ആഗോള സ്റ്റാർട്ടപ്പ് ആവാസ വ്യവസ്ഥ റിപ്പോർട്ട് അനുസരിച്ചാണ്. 45 ലക്ഷം കമ്പനികളിലെ ഡേറ്റ വിശകലനം ചെയ്തുള്ള റിപ്പോർട്ടാണിത്. കേരളത്തിൻ്റെത് അതിശയിപ്പിക്കുന്ന വളർച്ച എന്നാണ് തരൂർ പറഞ്ഞത്. അടുത്ത കാർഡിലേക്ക് പോകാം. തരൂരിൻ്റെ പ്രതികരണം: ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൽ കേരളം ഒന്നാമത് എന്നുള്ളതാണ് ആ ലേഖനത്തിൽ പറയുന്നത്. 2021-23 ആഗോള വളർച്ച 46%. കേരളം നേടിയത് 254% വളർച്ചയാണ്. സ്റ്റാർട്ടപ്പ് മൂല്യം ആഗോള ശരാശരിയേക്കാൾ 5 ഇരട്ടി. കഴിഞ്ഞ 18 മാസത്തെ മൂല്യം $170 കോടി. അതായത് ലോകത്തെ തന്നെ വലിയ വളർച്ച കേരളം നേടിയിരിക്കുന്നു എന്ന രൂപത്തിലാണ് അതിനെ അവതരിപ്പിക്കുന്നത്. ഇത് ഈ ഇടത് സർക്കാരിൻ്റെ കാലത്ത്, രണ്ടാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് വന്നിരിക്കുന്ന ഈ വളർച്ചയിൽ വ്യവസായ മന്ത്രി പി രാജീവ് പറഞ്ഞ കാര്യങ്ങൾ കൂടി കൂട്ടിച്ചേർത്തുകൊണ്ടാണ് മന്ത്രി ഈ ലേഖനം തരൂർ ഈ ലേഖനം പൂർത്തിയാക്കുന്നത്. തരൂർ ഇതിൽ പി രാജീവിനെ ഉദ്ധരിച്ചുകൊണ്ട് തന്നെ ചില കാര്യങ്ങൾ പറയുന്നുണ്ട് എന്നുള്ളതാണ്. 2 മിനിറ്റ് കൊണ്ട് വ്യവസായം തുടങ്ങാമെന്നത് വലിയ നേട്ടം. അതാണ് പി രാജീവ് പറഞ്ഞ വാചകമാണത്. 2 മിനിറ്റ് കൊണ്ട്, അതായത് മാസങ്ങളും വർഷങ്ങളും എടുക്കുമായിരുന്ന ഒരു സാഹചര്യത്തിൽ നിന്നും മാറി ഇപ്പോൾ 2 മിനിറ്റ് കൊണ്ട് തന്നെ ഒരാൾക്ക് ബിസിനസ്സിലേക്ക് ഇറങ്ങാവുന്ന ഒരു സാഹചര്യം കേരളത്തിൽ രൂപപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. കേരളത്തിൽ വേണ്ടിയിരുന്നത് യഥാർത്ഥത്തിൽ മുൻപ് 236 ദിവസമാണ്. അമേരിക്കയിലും സിംഗപ്പൂരിലും അത് 3 ദിവസമാണ്. ഇന്ത്യയിൽ അത് 114 ദിവസം. ഇന്ത്യയുമായും ലോകരാഷ്ട്രങ്ങളുമായും ഒക്കെ കമ്പയർ ചെയ്തുകൊണ്ട് അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി കേരളം ഒരുപാട് മുന്നിലാണ് എന്ന് തരൂർ പറയുകയാണ്. സംരംഭക വർഷം പദ്ധതിയിലൂടെ 2.9 ലക്ഷം MSME സ്ഥാപിച്ചു. വിജ്ഞാനാധിഷ്ഠിത വ്യവസായ നയം രാജ്യത്ത് വേറിട്ട മാതൃകയായി. ബിസിനസിന്റെ കാര്യത്തിൽ ചെകുത്താന്റെ കളിസ്ഥലമായിരുന്നു കേരളം. മാറ്റം വന്നെങ്കിൽ അത് ആഘോഷിക്കണം. അതാണ് വികസനത്തിൽ രാഷ്ട്രീയമില്ല എന്ന് അദ്ദേഹം ആവർത്തിച്ചു പറഞ്ഞുകൊണ്ടാണ് ഈ കാര്യങ്ങൾ സമർത്ഥിക്കുന്നത്. അതുമാത്രമല്ല, ദേശീയ തലത്തിലും കോൺഗ്രസിനെ പ്രതിരോധത്തിലാക്കുന്ന പ്രതികരണം ഇതേ സമയത്ത് തന്നെ അദ്ദേഹം നടത്തുകയാണ്. ട്രംപ് മോദി കൂടിക്കാഴ്ച പ്രശംസനീയം എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. വ്യാപാരം, പ്രതിരോധം, കുടിയേറ്റം എന്നിവയിൽ നേട്ടമുണ്ടായിരിക്കുമെന്ന് പറയുന്നു. ഇന്ത്യ US വ്യാപാര സാധ്യതകൾക്ക് കരുത്തേകി എന്നാണ് പറയുന്നത്. F-35 ജെറ്റുകൾ വാങ്ങുന്നത് സേനയെ ശക്തിപ്പെടുത്തും എന്ന് പറയുകയാണ്. ഇപ്പോൾ തീരുവ സംബന്ധിച്ച് അമേരിക്കയ്ക്ക് മുന്നിൽ അടിയറവ് പറഞ്ഞുകൊണ്ടാണ് മോദി ഇങ്ങോട്ടെത്തിയത് എന്ന് ഇവിടെ കോൺഗ്രസും രാഹുൽ ഗാന്ധിയും ഒക്കെ ആവർത്തിച്ച് പറയുമ്പോൾ അദാനി വിഷയത്തിൽ ഒരു പ്രതികരണവും നടത്താതെ ഇന്ത്യ അപമാനിക്കുന്ന ഒരു മറുപടി നൽകി, അതിൻ്റെ വ്യക്തിപരമായ കാര്യമെന്ന് പറഞ്ഞ് മോദി ഇങ്ങോട്ടെത്തുമ്പോൾ അതിനെ വിമർശിക്കുന്ന രാഹുൽ ഗാന്ധി അവിടെ നിൽക്കുമ്പോഴാണ് ഈ കൂടിക്കാഴ്ച വളരെ പ്രശംസനീയമാണ് എന്നൊരു നിലപാട് തരൂർ എടുത്തിരിക്കുന്നത്. അനധികൃത കുടിയേറ്റക്കാരെ തിരിച്ചയക്കുന്നതിൽ തെറ്റില്ല. തിരിച്ചയക്കുന്നതുമായി ബന്ധപ്പെട്ട് ചങ്ങലക്കിട്ടാണ് ഇന്ത്യക്കാരെ ഇവിടേക്ക് കൊണ്ടുവന്നിരുന്നത്. അതിൽ വ്യാപകമായ പ്രതിഷേധം വരുമ്പോഴാണ് അത് തെറ്റില്ല എന്ന് വിശ്വപൗരനായ അദ്ദേഹം പറഞ്ഞത്. വിലങ്ങണിച്ചത് ശരിയല്ല എന്ന് മോദി പറഞ്ഞിട്ടുണ്ടാകും. താരിഫ് വിഷയത്തിൽ അനുകൂലമായ തീരുമാനമുണ്ടാകും. അതായത് എന്താണോ ഈ വിഷയത്തിൽ മോദി സർക്കാർ പറയുന്നത് അതിനെ ശരിവെച്ചുകൊണ്ട്, അതിനെ അംഗീകരിച്ചുകൊണ്ടുള്ള പ്രതികരണം ഇപ്പോൾ തരൂരിൽ നിന്ന് വരികയാണ്. ഇത്രയും കാര്യങ്ങളാണ്. അതായത് തരൂർ ഇപ്പോൾ ഒരേ സമയത്ത് പിണറായി വിജയനെയും ഒരേ സമയത്ത് നരേന്ദ്രമോദിയെയും പുകഴ്ത്തിക്കൊണ്ട് രംഗത്ത് വന്നിരിക്കുകയാണ്. അപ്പോൾ
ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന കോൺഗ്രസിന്റെ ഉത്തരവാദപ്പെട്ട പൊസിഷനിൽ നിൽക്കുന്ന പ്രവർത്തക സമിതി അംഗമായി തെരഞ്ഞെടുപ്പിലൂടെ എത്തിയ ശശി തരൂർ ഇക്കാര്യത്തിൽ കോൺഗ്രസിനോട് എന്താണ് ചെയ്യുന്നത്? കോൺഗ്രസ് നേതാവ് എന്ന നിലയ്ക്ക് അദ്ദേഹം ഇത് ചെയ്യുന്നത് ശരിയാണ്? ഒരു രാഷ്ട്രീയ നേതാവ് എന്ന നിലയ്ക്കും രാഷ്ട്രീയ ധാർമ്മികതയ്ക്ക് ചേർന്ന പ്രതികരണമാണ് ഇത് എന്നൊരു ചോദ്യം ഉയരുന്നുണ്ട്. കോൺഗ്രസ് ഏതായാലും ഇതിൽ ശക്തമായ പ്രതികരണങ്ങൾ വന്നു കഴിഞ്ഞു. കേരളത്തിൽ നിന്നും ഈ മോദി വിഷയത്തിലുള്ള പ്രതികരണത്തിലും ഡൽഹിയിൽ നിന്ന് പ്രതികരണങ്ങൾ വരികയാണ്. ഇക്കാര്യത്തിൽ ഒരുപക്ഷെ ഒരു വലിയ തീരുമാനത്തിലേക്ക് പോകുമോ, അതോ മറ്റെന്തെങ്കിലും ഒരു തീരുമാനം എടുത്തിട്ടാണോ തരൂർ ഇങ്ങനെ നിലപാടെടുക്കുന്നത് എന്ന് ഇനി അറിയേണ്ടതുണ്ട്. നമ്മുടെ സംസ്ഥാന സർക്കാരോ കേന്ദ്ര സർക്കാരോ മോശകാര്യങ്ങൾ ചെയ്താൽ അവരെ ആക്ഷേപിക്കാൻ റെഡിയായി നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. അതേപോലെ അവർ നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിനെ അംഗീകരിക്കാനും അതിനെ ചൂണ്ടിക്കാണിക്കാനും തയ്യാറായ ഒരു വ്യക്തി. അതാണ് എൻ്റെ രീതി, നിങ്ങൾക്കറിയാം.